മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. സുഗമമായിട്ടുള്ളൊരു മകരവിളക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗതമായി പണ്ട് തൊട്ട് തന്നെ അവിടെ ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഈ പ്രത്യേക മകരവിളക്ക് കാണാനുള്ള പാസ് വാങ്ങി മറുകച്ചവടം ചെയ്യുക, മുറികളെടുത്തിട്ട് കൂടുതൽ വിലയ്ക്ക് മറിച്ച് വയ്ക്കുക, എന്നിട്ട് സാധാരണ ഒരു ഭക്തന് വന്നാൽ മുറി കിട്ടാതിരിക്കുക, ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രം മുറി കിട്ടുക, ഇത്തരത്തിലുള്ള ഒരുപാട് അനാശാസ്യങ്ങൾ നമ്മളറിയാതെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം അത് സാധാരണ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശബരിമലയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു പ്രവണതയാണ്. അതുകൊണ്ട് ബോർഡ് ഇപ്രാവശ്യം എടുത്തൊരു തീരുമാനം, ഡോണർമാരായിട്ട് കുറച്ച് ഡോണേഴ്സ് ഉണ്ടല്ലോ, $250 ഡോണർമാരുണ്ട്. അവർക്ക് മുറിക്ക് ഈ സീസണിൽ 2 ദിവസം താമസിക്കാൻ അർഹതയുണ്ട്. അപ്പോൾ ആ ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മുറികൾ അതിൽ നിന്ന് സർപ്ലസ് കിട്ടുമെന്ന് നോക്കി അതും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുറികളും കൂടെ പൂള് ചെയ്ത് കുറച്ച് മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെൻറ് ആവശ്യത്തിനും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ആരാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ID പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്നും നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്ക് വേണോ മുറി കൊടുക്കാം, പ്രൊവൈഡഡ് അത് ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം. നിങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും നമ്മുടെ ID കാണിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പിന്നെ താമസിക്കാൻ മുറി എടുക്കുമ്പോൾ ID കാണിക്കണം എന്ന് പറഞ്ഞതിനകത്ത് വലിയ വിരോധം തോന്നേണ്ട കാര്യമില്ല. അത് നിർബന്ധമായിട്ടും ഓൺലൈനിൽ എല്ലാ മുറിയും അവൈലബിൾ ആക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങളൊക്കെ വരുത്തി 10-ാം തീയതി മുതൽ അത്തരത്തിലുള്ളൊരു ബുക്കിങ്ങിലേക്ക് കടക്കും. മറ്റൊന്ന് ഈ മകരവിളക്ക് കാണാനുള്ള പാസ്സാണ്. ആ പാസ് കൊടുക്കുന്നത് തിരുമുറ്റത്ത് നിൽക്കാനൊരു പാസ്, ഫ്ലൈ ഓവറിൽ നിൽക്കാൻ എംപ്ലോയീസിനും ബാക്കിയുള്ളവർക്കും എല്ലാം പാസ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ പാസ് കൊടുക്കുന്നില്ല, അവരുടെ ബാഡ്ജ് തന്നെ മതി അവർക്ക് അവിടെ കയറാൻ, പാസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഉള്ളവർക്ക് പാസ് കൊടുക്കുന്നതിന് തിരുമുറ്റത്ത് നിൽക്കുന്നതിന് ഗോൾഡൻ പാസും മറ്റത് സിൽവർ പാസും. അത് ഫോട്ടോ പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ എടുത്ത് തൽക്ഷണം ഫോട്ടോ പതിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതായിരിക്കും. ഒരു കാരണവശാലും ഒരു പാസ് വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളിന് കൈമാറ്റം ചെയ്യാനോ കാശ് വാങ്ങിക്കാനോ ഒന്നും അനുവദിക്കുന്നതല്ല. വിജിലൻസ് സംവിധാനം ശക്തമാവും. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ മകരവിളക്ക് കാണാനും അവിടെ നിൽക്കാനും മുറി കിട്ടാനും കൂടുതൽ സുഗമമായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ്. കാലാകാലങ്ങളിൽ ഇത് മറച്ചു വയ്ക്കും കാശുണ്ടാക്കുകയൊക്കെ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതൊന്നും ശബരിമലയിൽ നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ പരിഷ്കാരം ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിന് നിങ്ങളുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെയാണ് ഇപ്രാവശ്യം മുറി കിട്ടുന്നത്, ഡയറക്റ്റായിട്ട് മാത്രമേ കിട്ടൂ, ഇടനിലക്കാരിലൂടെ പോകാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം ഭക്തന്മാരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഇപ്രാവശ്യം അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും അത് വിജയിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് ഏറ്റവും അതൊരു വലിയൊരു ശുചീകരണ ശുദ്ധീകരണ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. വരാനിരിക്കുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിക്കുമെന്നുള്ളതിൻ്റെ ഒരു മുന്നോടി കൂടിയാണ് ഈ പരിഷ്കാരം. അത്രയാണ് എനിക്ക് അതിനെപ്പറ്റി പറയുന്നത്.